എല്ലാ കൂട്ടുകാർക്കും ബിലാൽ യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അഫ്സലുൽ ഉലമ പ്രിലിമിനറി സെക്കൻഡ് ഇയർ 2023-25 ബാച്ച് അവരുടെ സെക്കൻഡ് ഇയർ സപ്ലിമെൻ്ററി അതോടൊപ്പം തന്നെ റെഗുലർ പരീക്ഷയുടെ ടൈം ടേബിൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ടൈം ടേബിളുമായി ബന്ധപ്പെടുമ്പോൾ ചില കുട്ടികൾക്ക് ഫസ്റ്റ് ഇയറിൽ പോയ വിഷയം ഏതാണ്, അതിൻ്റെ ഡേറ്റ് എന്താണ്, സെക്കൻഡ് ഇയറിലെ റെഗുലറായ വിഷയങ്ങളുടെ ഡേറ്റ് എന്താണ് എന്ന് പല പേർക്കും കൺഫ്യൂഷൻ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് എന്നാണ് ഫസ്റ്റ് ഇയറിൽ പോയ വിഷയം എഴുതേണ്ടത്, എന്നാണ് സെക്കൻഡ് ഇയറിൻ്റെ പരീക്ഷ എഴുതേണ്ടത് എന്നാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. മാർച്ച് 2 തീയതിയാണ് ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് പ്രോസ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് എഴുതേണ്ടത്. അതേപോലെ മാർച്ച് 3 ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് നെഹ്വ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പരീക്ഷ എഴുതേണ്ടത്. മാർച്ച് 4 സെക്കൻഡ് ഇയറിൻ്റെ പരീക്ഷ തുടങ്ങുന്നത്. സെക്കൻഡ് ഇയറിലെ പ്രോസാണ് മാർച്ച് 4. മാർച്ച് 5 സെക്കൻഡ് ഇയറിൻ്റെ പരീക്ഷയാണ്, അന്ന് നെഹ്വാണ്. മാർച്ച് 5 നെഹ്വാണ്. ഇനി മാർച്ച് 6 ഫസ്റ്റ് ഇയറിൽ ഇംഗ്ലീഷ് പോയ കുട്ടികൾക്കുള്ള പരീക്ഷയാണ്, മാർച്ച് 6. മാർച്ച് 9 സെക്കൻഡ് ഇയറിൽ ഇംഗ്ലീഷ് പോയ കുട്ടികൾക്കുള്ള പരീക്ഷയാണ്. മാർച്ച് 10 ഫസ്റ്റ് ഇയറിലെ ഖുർആൻ പരീക്ഷയാണ്. ഫസ്റ്റ് ഇയറിൽ ആരെങ്കിലും ഖുർആൻ പോയിട്ടുണ്ടെങ്കിൽ, ഖുർആനും ഹദീസും ക്ലാസിക്കൽ ലിറ്ററേച്ചർ ഉണ്ടല്ലോ, അത് ഏതെങ്കിലും വിഷയം പോയ കുട്ടികളുണ്ടെങ്കിൽ അന്ന് എഴുതാം. അതുപോലെ മാർച്ച് 11 ഫസ്റ്റ് ഇയറിൻ്റെ ഹിസ്റ്ററി പരീക്ഷയാണ്. ഫസ്റ്റ് ഇയറിൽ ഹിസ്റ്ററി പോയ കുട്ടികൾക്ക് 11 തീയതിയാണ്. ഇനി 12 തീയതി ഫസ്റ്റ് ഇയറിലെ ഫിഖ്ഹാണ്. അന്ന് ഫസ്റ്റ് ഇയറിലെ ഫിഖ്ഹാണ് 12 തീയതി. ആർക്കെങ്കിലും ഫസ്റ്റ് ഇയറിലെ ഫിഖ് പോയിട്ടുണ്ടെങ്കിൽ അവർ 12 തീയതിയാണ് എഴുതേണ്ടത്. അതുപോലെ 13 തീയതിയാണ് സെക്കൻഡ് ഇയറിലെ ഖുർആൻ ഹദീസ് എന്ന പരീക്ഷ ഉള്ളത്. 13 തീയതിയാണ്. അതുപോലെ 16 തീയതിയാണ് സെക്കൻഡ് ഇയറിലെ ഹിസ്റ്ററി. 17 തീയതിയോ സെക്കൻഡ് ഇയറിലെ ഫിഖ്. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ പോയ വിഷയങ്ങൾ എഴുതേണ്ട ഡേറ്റുകൾ: 2 തീയതി പ്രോസ്, 3 തീയതി നെഹ്വ്, 6 തീയതി ഇംഗ്ലീഷ്, 10 തീയതി ഖുർആൻ, 11 തീയതി ഹിസ്റ്ററി, 12 തീയതി ഫിഖ്. ഇനി സെക്കൻഡ് ഇയറിൻ്റെ പരീക്ഷകൾ മാത്രം നോക്കുകയാണെങ്കിൽ 4 തീയതി സെക്കൻഡ് ഇയറിൻ്റെ പരീക്ഷ പ്രോസാണ്, 5 തീയതി സെക്കൻഡ് ഇയറിൻ്റെ പരീക്ഷ നെഹ്വാണ്, പിന്നെ 9 തീയതി പരീക്ഷ ഉള്ളത് ഇംഗ്ലീഷാണ്, പിന്നെ 13 തീയതിയാണ് ഖുർആൻ പരീക്ഷ ഉള്ളത്, 16 തീയതിയാണ് ഹിസ്റ്ററി ഉള്ളത്, 17 തീയതിയാണ് സെക്കൻഡ് ഇയറിലെ ഫിഖ് ഉള്ളത്. അപ്പോൾ ഈ കാര്യം എല്ലാവരും മനസ്സിലാക്കുക.